ഇങ്ങനെ വന്നു ഉള്ളിലേക്ക് കേട്ടാ. ഏകദേശം ഇത് ഫുള്ള് ഇത് കാടിൻ്റെ ഉള്ളു പോലെ തന്നെ ഉള്ളന്നെ ഫുള്ള് ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ട് ഇതിങ്ങനെ വന്നിട്ട് ടോൾ ട്രീസ് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. ടോൾ ട്രീസ് മൂന്നാർ. ഞാൻ ഇതാ നമ്മളെ എൻട്രൻസ് ഇതാ ടോൾ ട്രീസ് മൂന്നാർ. ഇതിനകത്തേക്ക് കയറുകയാണ്. നല്ല മഞ്ഞുണ്ട് കേട്ടോ. അതുകൊണ്ട് ക്യാമറയിൽ ഇത് ചിലപ്പം ഫോഗി ആയിട്ടുണ്ടാവും. നല്ല നല്ല മഞ്ഞുണ്ട്. നമ്മൾ വിൻഡോ പോലീസ് വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കിയിട്ടാണ് യാത്ര. ബുക്കിംഗ് നമ്മൾ വണ്ടി റിസപ്ഷനൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഡോക്യുമെന്റ് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ്. ഇനി ഇതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക, ബാഗ് എടുത്ത് റൂമിലേക്ക് പോവാം. നമുക്ക് കോട്ടേജ് ഒന്ന് കാണാൻ. കോട്ടേജിൻ്റെ അകംഭാഗം വാ കയറി കഴിഞ്ഞാൽ ഇത് റൈറ്റ് സൈഡ് ഒരു ചെറിയൊരു ഡൈനിങ് ടേബിളും ഡൈനിങ് റൂമൊക്കെ ആയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്ത് സോഫ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ഈ സൈഡ് വലിയൊരു മിറർ ഷെൽഫ്. ഈ സൈഡ് തന്നെ കയറിയ പാടെ തന്നെ ഈ സൈഡ് ചെറിയ കുഞ്ഞി ടോയ്ലറ്റ്. പിന്നെ ഇനി നമുക്ക് റൂമിലേക്ക് ഇങ്ങനെ നല്ല സെറ്റപ്പാണ്. ഇനി ഇതാ റൂമിലേക്ക് ലെഫ്റ്റിൽ ബാത്റൂം. വലിയ ലോങ് നല്ല നീളമുള്ള വലിയ ബാത്റൂമാണ്. നല്ല നീളമുണ്ട്, അങ്ങത്തോളം കേട്ടോ. പിന്നെ ഇതവിടെ റൂമിനകത്ത് തന്നെ എല്ലാം ഇതവിടെ പാൻട്രി. അതുപോലെ തന്നെ പാൻട്രിയിൽ പിന്നെ ഫുൾ സെറ്റാണ് സാധനങ്ങളൊക്കെ. പിന്നെ ടി വി, അപ്പുറത്തും ടി വി ഉണ്ട്, ഇവിടെ സോഫ ഉണ്ട്. പിന്നെ ഇവിടെ കാണേണ്ട കാഴ്ച ഭയങ്കര കാഴ്ച തന്നെയാണ്. ബാൽക്കണിയാണ്, ഇപ്പം ഇരുട്ടാണ്. അത് ഞാൻ രാവിലെ ഷൂട്ട് ചെയ്തിട്ട് ആ ഭാഗം കാണിക്കാം. രാവിലെ തന്നെ നല്ല നല്ല തണുപ്പ്. എണീറ്റിട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ഷോലാ ട്രയൽ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേ ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലേ പോകുന്നതാണ്. അപ്പോൾ ഇതാ ഞാനും കുട്ടികളവിടെയൊക്കെ എടുത്ത് ഉറക്കി. കുട്ടികൾ ഉറങ്ങുന്നുണ്ട്. നമ്മളിങ്ങനെ ചെറിയൊരു പാത്തുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണുന്നത് നോക്കാം. എന്നിട്ട് ഇത് നടന്ന് നേരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. നല്ല തണുക്കുന്നു, ഇങ്ങനെ വിറവിറക്കുന്നു. അടിപൊളി. നല്ല ഇത് ഏകദേശം 66 ഏക്കറുണ്ട് ഈ റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടി എന്നുവെച്ചാൽ പ്ലോട്ട്. അടിപൊളി. ഇവിടുന്നിങ്ങനെ കാടിൻ്റെ ഉള്ളിലുള്ള നടത്തം. വാ വേമ്പ. വരുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്വിങ്ങിങ് കണ്ടതാണ്. നല്ല എന്താ സുഖം. നല്ല തണുപ്പിലിങ്ങനെ നടക്കുമ്പോൾ വെയിൽ വരെ നമ്മളെ വെയിലെത്തിയിട്ടില്ല. വെയിലെപ്പോൾ എത്താന്നറിയില്ല. ഇത് കഴിഞ്ഞ് നേരെ ഒരു ആശ്വാസം തന്നെ. ഇത് നേരെ നടന്നിട്ട് എത്തുന്നത് ചുറ്റി ലാസ്റ്റ് ഒരു സ്ഥലത്തേക്ക് എത്തും. അവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാ. ഓക്കെ. നടന്ന് ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. നമ്മൾ ഈ മലയുള്ള ടോപ്പിൽ ഇനിയും മുകളിലോട്ടുണ്ട്. എന്നാലും ഇത് ടോപ്പ് തന്നെ. ഇത് ടോപ്പായി കണ്ടോ? എന്ത് രസമാണ്. ഇത് അപ്പുറത്ത് ഇപ്പോൾ വെയിലെത്തി. നമ്മളടുത്ത് വെയിലെത്തിയിട്ടില്ല. ഇപ്പോൾ നടന്ന് മുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവിടെ വെയിലെത്തി. അത് ആ സൈഡ് വെയിലെത്തി. ഓക്കെ, ഇനി താഴേക്ക് ഇറങ്ങട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വലിയൊരു അരുവി ഇങ്ങനെ പോകുന്നുണ്ട്. ആ അരുവിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പാലം അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ വലിയ മരമൊക്കെ വീണ് കേട്ടോ. നല്ല ഹൈറ്റും ഉണ്ട്. വെള്ളം ചെറിയ അരുവിയല്ല കേട്ടോ, വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു ചാട്ടം, വെള്ളച്ചാട്ടമാണ്. ചെറിയ വെള്ളച്ചാട്ടം, കുഞ്ഞു വെള്ളച്ചാട്ടം. അടിപൊളി. നമ്മൾ നടന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, റെസ്റ്റോറൻ്റ് ഉള്ള സ്ഥലത്തേക്ക്. ഇനി നമ്മുടെ ഏരിയ ഉണ്ട്, നമ്മൾ അടിച്ച് പൊളിക്കുന്നത്. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് മാത്രമല്ല, റെസ്റ്റോറൻ്റ് ഉണ്ട്, ഗെയിം സെൻറ്റർ ഉണ്ട്, റിക്രിയേഷൻ ഉണ്ട്, ലൈബ്രറി, അങ്ങനെ എല്ലാം കൂടിയുള്ള ഒരു ബ്ലോക്കാണ് ഇങ്ങനെ ഒരുമിച്ച്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. റെസ്റ്റോറൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആണ് കേട്ടോ. അപ്പോൾ ബുഫേയും കൂടെ കഴിക്കാം. അകത്തേക്ക് വാ.
അകത്തും നല്ല നല്ല രസമാണ്, കുറേ ഓപ്പൺ. അവിടെ തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാൻ, വെളിയിലൊരു ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ഡിന്നർ കഴിക്കാൻ വന്നപ്പോൾ അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സീലിംഗ് ഗ്ലാസ് ആണ്, ഓപ്പൺ ടൈപ്പാണ്. വാ, ഹായ് മോർണിംഗ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ എല്ലാം റെഡിയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റ് റൗണ്ട് പോവാം. അതാ കണ്ടില്ലേ, ലൈറ്റും ഈ മുകളിൽ നിന്ന് സീലിങ്ങിലൊക്കെ വരുന്ന ലൈറ്റാണ്. ഓക്കെ വാ. ബൊഫെ, ബട്ടർ, ഹണി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, മാപ്പിൾ സിറപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ മഫിൻസ്, സാൻഡ്വിച്ച് ഉണ്ട്, പിന്നെ ഇവിടെ ഇഡ്ഡലി, ചട്നി, സാമ്പാറിൻ്റെ ഇതാ ഇവിടെ ഇഡ്ഡലി ഉണ്ട്, പിന്നെ സാമ്പാർ. ഇത് വരുന്നത് ബട്ടൂരല്ലേ? ഓക്കെ. ബട്ടൂരക്ക് ചന മസാല, ഉപ്മാവ്, അടിപൊളി ഉപ്മാവും കഴിക്കാം. ഗ്രീൻ പീസ്, ടോസ്റ്റഡ് ബ്രെഡ്, പിന്നെ ആലു പൊറോട്ട, പനീർ പൊറോട്ട അല്ലേ? ഓക്കെ. പക്കോട, പിന്നെ ബേക്ക്ഡ് ബീൻസ്, സോസേജ് മിക്സഡ് സോസേജാണ്, മുട്ട ഇതൊക്കെ. പിന്നെ ജ്യൂസ്, ഫ്രഷ് ജ്യൂസസ്, കട്ട് ഫ്രൂട്ട്സ് അല്ലേ? കട്ട് ഫ്രൂട്ട്സ്, പിന്നെ കോൺഫ്ലെക്സിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആൻഡ് കട്ട് ഫ്രൂട്ട്സ്, കുറേ വെറൈറ്റി. ഓക്കെ. എന്തായാലും പിന്നെ ദോശ ഇതൊക്കെ ആസ് പെർ ദ ഓർഡർ കിട്ടും. പിന്നെ ഇത് കണ്ടോ, പാഷൻ ഫ്രൂട്ട് ഇതിവിടെ പിടിക്കുന്നതാന്ന് തോന്നുന്നു അല്ലേ? ഇവിടുത്തെ ഈ പാഷൻ ഫ്രൂട്ടിന് ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ, മൂന്നാറിലുള്ള. അത് ശരി. ഓക്കെ. സീറ്റിംഗ് എന്താ സുഖം. കപ്പിൾ നമുക്ക് പറ്റിയ കുട്ടികളെ പറയണ്ട, കപ്പിൾ സീറ്റാണ് നല്ല. പിന്നെ ഇതാ ഇങ്ങനെ പുറത്തുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഇങ്ങനെ താഴെ എഡ്ജിൽ നല്ല അടിപൊളി. നമ്മൾ ടോപ്പിലുള്ള റെസ്റ്റോറൻറ്റിലെല്ലാം കയറിയിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നോക്കില്ല, അതുപോലെ ആ താഴെ കാണുന്ന ഗ്ലാസിൻ്റെ കാണുന്ന സ്വിമ്മിംഗ് പൂൾ കേട്ടോ. സ്വിമ്മിംഗ് പൂൾ വിത്ത് ജക്യൂസിയാണ്, ജക്യൂസിയോട് കൂടിയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ്. അവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാം. അടിപൊളി. എന്താ കാണാൻ നല്ല രാവിലെ തന്നെ. ഞാൻ അടുത്തത് ചന, പിന്നെ ബട്ടൂരും ചന മസാലയാണ്. അല്ല, ഞാൻ കൂടുതൽ വെറൈറ്റിയിലേക്ക് ഇങ്ങനെ പോകുന്നില്ല, എന്നാലും ഇതൊന്ന് സൂപ്പർ. അപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ, ഓളയും കൂടി ഇരുത്തിട്ടെ, എന്നിട്ട് അടുത്ത പാർട്ടിലേക്ക് നമുക്ക് കാണാം. മൂപ്പര് ഉറങ്ങി എണീറ്റിട്ടെല്ലാം അവിടെ എത്തീനി. ഹനൂഷ്, ഇതാണ് നമ്മളെ വീട് കേട്ടോ. നമ്മൾ താമസിക്കുന്ന കോട്ടേജ് ഇതാണ്. നമുക്ക് കോട്ടേജിലേക്ക് പോകാം. ഞാൻ ബാൽക്കണി കാണിച്ചിട്ടില്ല ഇന്നലെ, നമുക്ക് ബാൽക്കണിയും കൂടെ കാണാം. വാ. നമുക്ക് ബാൽക്കണി കാണാം. ഏതാ വ്യൂ. എന്നാൽ രാത്രി ആകുമ്പോൾ നമുക്ക് ഈ ലൈറ്റിൽ ഇതൊന്നും കാണൂലല്ലോ. ടോപ്പിൽ നല്ല മൂലക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് കാണാം ആ സൈഡ് വല്ലതും. ഓക്കെ. എനിക്ക് പിന്നെ പൂളിൽ ഒന്ന് പോകണം. പൂള്, ജാക്യൂസി ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്യുന്ന കാണിക്കാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ പിന്നെ നമ്മുടെ ഷെഫായിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പിയും ഉണ്ട്, അപ്പോൾ ആ റെസിപ്പിയും കാണിക്കാം. പിന്നെ നമുക്ക് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വരാം. എല്ലാം റെഡിയായി, അടിപൊളി ജാക്യൂസി എല്ലാം ഉപയോഗിച്ച്. എന്നിട്ട് ഇപ്പോൾ നമ്മളെ ഷെഫ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഷെഫ് ഫുള്ള് റെഡി ആയിട്ട് ഇങ്ങനെ കാത്തിക്കുന്നുണ്ട്. നമുക്ക് ഷെഫിനെയും പരിചയപ്പെടാം, അതുപോലെ തന്നെ ആ ഡിഷും പരിചയപ്പെടാം. ഇത് കണ്ടില്ലേ നമ്മുടെ ആംബിയൻസ്? ഇതാ ഷെഫ്, അവർ ഹായ് ആയിക്കോ. അതാ ഇതാ ഞാൻ മൈക്കോട്ടിരുന്നുണ്ട്. അപ്പോൾ ഷെഫിൻ്റെ പേര് ഷെഫ് റോയ് ആണ്, പിന്നെ എറണാകുളത്താണ്. പിന്നെ ഷെഫ് ഇപ്പം എങ്ങനെയുണ്ട്? ഇവിടെ 3-4 വർഷമായി തോന്നുന്നല്ലോ. ഓക്കെ. അടിപൊളി ആംബിയൻസിൽ നമ്മൾ ഔട്ട്ഡോറിലൊരു കുക്കിംഗാണ്. നല്ല ക്ലൈമറ്റ് കേട്ടോ, കിടിലൻ ക്ലൈമറ്റ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിഫറെൻറ്റ് ഒരു ക്വാണ്ടി സ്നാക്സ് അല്ലേ? ടിപ്പിക്കൽ സ്നാക്സ്, ചിക്കൻ വെച്ചിട്ടില്ല. ചീസ് ബോൾ വിത്ത് വെജിറ്റബിൾ. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ മിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ചിക്കൻ മിൻസ് ചെയ്ത് വെച്ച്, മൊസറല്ല മൊസറല്ല ചീസ്, ബ്രെഡ് ക്രംസ്, chopped garlic, okay, and chopped celery, okay, chopped green chili, okay, and pepper, salt, and julienne cuts of vegetables. Vegetables, mixed vegetable. അതിൽ ബീട്രൂട്ട്, ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ് എല്ലാം വരുന്നുണ്ട്. എഗ്ഗ്, ബീറ്റ് ചെയ്ത എഗ്ഗ്. ഓക്കെ. അതിൽ കുറച്ച് മല്ലിയില ഇട്ടെന്ന് തോന്നുന്നു അല്ലേ? പേപ്പർ മല്ലിയില. ഓക്കെ, പെർഫെക്റ്റ്. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോവാം. ചിക്കൻ ഉണ്ട് 200. നമ്മൾ ഇപ്പം കീമ ആക്കാൻ പറ്റാത്തവർക്ക് മിക്സിയിൽ വേണമെങ്കിലും അടിച്ചെടുക്കാം അല്ലേ? ഓക്കെ. മിക്സി ചെയ്തിരിക്കുന്നതാണ്. ചീസ് ഇടണം. അത് ഏകദേശം 100 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 5 ടേബിൾ സ്പൂണോളം വരും. 5 to 6 കേട്ടോ. ചീസും ചിക്കനും കൂടെ ഉള്ളിൽ നിന്ന് വലിയുന്ന ഒരു ഡിഷാണ് അല്ലേ? ഓക്കെ.
ഇത് ടീസ്പൂൺ ആണെന്നേ, അതുകൊണ്ട് നിങ്ങൾ കൗണ്ട് നോക്കണ്ട, ഏകദേശം കൗണ്ട് ക്ലിയർ ആണ്. 3 teaspoon of bread crumbs. ബ്രെഡ് ക്രംസ് 3 സ്പൂണ്. കുട്ടികളൊക്കെ അതിൻ്റെ അടുത്തുനിന്ന് തൊട്ടടുത്തുനിന്ന് പാർക്കിൽ നിന്നൊക്കെ കളിയുണ്ട്. അത് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതൊന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്കൊക്കെ പോവാം. ചോപ്പ് ഗാർലിക് 2 ഇനഫ്. ആ, അപ്പോൾ 1 സ്പൂൺ ചോപ്പ് ഗാർലിക്. അതുപോലെ തന്നെ പിന്നെ ഗ്രീൻ ചില്ലിയും ക്യാപ്സിക്കും മിക്സ് ആണല്ലേ? ഓക്കെ. പെപ്പർ ഫോർ ദ ടേസ്റ്റിന് മാത്രം അല്ലേ? മതി അല്ലേ? ലിറ്റിൽ സോൾട്ട്. ആ, ചീസിൽ സാൾട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ നോർമൽ സാൾട്ട് കുറച്ച് കമ്മിയാണ്. ഇനി മിക്സ് വെജിറ്റബിൾ അതിന് ശേഷം അല്ലേ? ബോളാക്കിയതിന് ശേഷം മിക്സ് വെജിറ്റബിൾ കൊടുക്കാം. ഫ്രൈ ചെയ്യുന്നു. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ബോളായിട്ട് കയ്യിൽ ഉരുട്ടിയെടുക്കും. അപ്പോൾ കുറച്ച് സാലറി കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ല ഫൈൻ ചോപ്പാണ്. അപ്പോൾ ഏകദേശം നമ്മളിത് ഈ ഒരു അളവിൽ ഈ ഒരു ചെറിയ നമ്മുടെ എള്ളുണ്ടല്ലേ, എള്ളുണ്ടൻ്റെ സൈസിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 20 പിന്നെ പീസസോളം കിട്ടും. അപ്പോൾ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുക. നമ്മൾ ഇത്തിരി പെപ്പറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിന് കേട്ടോ. ഇത്തിരി സ്പൈസിയും കൂടെ, ഞാൻ ചെറിയൊരു സ്പൈസി വേണമെന്ന് പറഞ്ഞു, അങ്ങനെ ഇത്തിരി പെപ്പറും കൂടെ ആഡ് ചെയ്തിന്. അങ്ങനെ ഇങ്ങനെ ബോളാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ കോട്ടിങ് കൊടുക്കുന്ന ഇതേ രീതിയിൽ കൊടുക്കുക. ആ കോട്ടിങ് കൊടുക്കുന്നൊന്നും കൂടെ കാണിക്കാം. നമ്മൾ ഇത് ബോളെടുത്തിട്ട് മുട്ടയിൽ എഗ്ഗിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ക്രമ്പുണ്ട്, ക്രമ്പിൽ ഡിപ്പ് ചെയ്യുക. ക്രമ്പിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം വെജിറ്റബിളിലേക്ക് ഫോൾഡ് ചെയ്യുന്നു. ഇത് വെജിറ്റബിളും കൂടെ എടുക്കുന്നു. ഇതൊക്കെ കണ്ടോ, ചെറിയ ബോളായിരിക്കണം കേട്ടോ. വലിയ ബോളാക്കി എടുക്കരുത്. വലിയ ബോളാക്കി എടുത്താൽ ഉള്ളിൽ കുക്കാവില്ല. ചെറിയ ബോളാകുമ്പോൾ മാത്രമേ ഉള്ളിൽ കുക്കായി വരുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ബോളാക്കി എടുത്തിട്ട് റൗണ്ട് ചെയ്ത് വെക്കാം. ബോൾ ഉരുട്ടുന്ന സമയത്ത് നമുക്ക് ഇതിന് അടുത്തുള്ള കുറേ സംഗതി ഉണ്ട് കേട്ടോ. ഇവിടെ ഇതാ പാർക്ക്, കുട്ടികൾ ഇവിടുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തൊക്കെ നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് ആ ബോൾ അവിടുന്ന് ആവും. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ പാർക്കിന്റെ തൊട്ടിപ്പുറം തന്നെ നമുക്ക് ഇവിടെ ബാഡ്മിന്റൺ ഗ്രൗണ്ടും ഉണ്ട് അല്ലേ? ബാഡ്മിന്റന്റെ കോർട്ടുണ്ട്. പിന്നെ ഇവിടെ ബാസ്കറ്റ് ബോൾ. ഇത് എന്റെ കൂടെ ഉള്ളത് ഇതാ, നിങ്ങൾ സ്വയം പറഞ്ഞോ. എന്റെ പേര് ജിജോ, ഞാൻ ഫ്രണ്ട് ഓഫീസ് മാനേജറാണ്. അപ്പോൾ നേരത്തെ കണ്ടിട്ടില്ലല്ലോ നമുക്കിപ്പോ. നാട്ടില് തിരുവല്ല. നമ്മൾ തിരുവല്ലൊക്കെ പോയിട്ട് അങ്ങോട്ടൊക്കെ എത്തിയ. ഓക്കെ. നമുക്ക് ഈ ഏരിയ നമ്മൾ യൂസ് ചെയ്യുന്ന ഔട്ട്ഡോർ ഗെയിംസിന് വേണ്ടിയാണ്. ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്. പിന്നെ ചിലവർ ക്രിക്കറ്റ് കളിക്കാനുള്ള പിള്ളേർക്ക് കളിക്കാനെങ്കിൽ ഈ ഗ്രൗണ്ട് യൂസ് ചെയ്യാം. അതിന്റെ തൊട്ടടുത്ത് തന്നെ കിഡ്സ് പാർക്ക് ഉണ്ട്. അതെ, ഗ്രൂപ്പ്സ് വരുമ്പോൾ നോർമലി കളിക്കാറുണ്ട്. അതെ, നല്ല അറ്റ്മോസ്ഫിയർ കേട്ടോ, നല്ല എയർ, ആ ഒരു ഫ്രഷ് എയർ. അത് ഒരു 0% പൊല്യൂഷൻ ആണ്. നമ്മൾ രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ പോയി. സെൽഫ് ട്രക്കിംഗ് പാത്ത്. അത് നമുക്കൊരു ആക്ടിവിറ്റി ആയിട്ടാണ്. കാരണം ഇപ്പൊ നമ്മൾ ടോൾ ട്രീസ് പറയുന്നത് ഒരു റിസോർട്ടിനെക്കാട്ടും ഉപരി ഒരു ഡെസ്റ്റിനേഷൻ ആണ്. കാരണം ഒരു മൂന്നാറിലേക്ക് വരുന്ന ഗസ്റ്റ് പറഞ്ഞ ഒരു 2 നൈറ്റ് അല്ലെങ്കിൽ 3 നൈറ്റ് ആണ്. അപ്പോൾ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീസ് നമുക്ക് മോർണിംഗ് ഒരു 1 hour ഗൈഡഡ് ട്രക്കിംഗ് ഉണ്ട്. പിന്നെ ഈ അത് കഴിഞ്ഞിട്ട് ഗസ്റ്റിന് റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്കൊരു സെൽഫ് ട്രക്കിംഗ് പാത്ത് വേ ഉണ്ട്. അപ്പൊ അതിൽ പല എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു 515 മീറ്റർ ആണ്, ഹാഫ് കിലോമീറ്റർ. പക്ഷെ അതിൽ പല എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 200 മീറ്റേഴ്സ് കഴിഞ്ഞ സ്വിങ്സ് ഉണ്ട്. പിന്നെ ഒരു 200 മീറ്റേഴ്സ് കഴിഞ്ഞ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതെ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് ഒരു 4 മണിക്ക് ടീ ടേസ്റ്റിംഗ് സെഷൻ ഉണ്ട്. അതെ, മൂന്നാർ പറയുന്ന ഒരു ടീ സിറ്റി ആണ്. അപ്പോൾ നമ്മൾ ലോക്കൽ മൂന്നാറിന്റെ ടീയുടെ കുറിച്ച് പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇന്ന് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗസ്റ്റിനെ കൊണ്ടുപോകുന്ന ഒരു ഇതാണ് നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് പോകുന്ന പാത്ത് വേ, റിക്രിയേഷനിലേക്ക് പോകുന്ന പാത്ത് വേ. അതെ. ഇവിടെ പിന്നെ ഏകദേശം എത്ര ടൈപ്പ് ഓഫ് റൂംസ് ഉണ്ട്? നമുക്ക് ടോട്ടൽ 26 കോട്ടേജസ് ആണ്. 4 കാറ്റഗറിയാണ്. സിനമൺ കോട്ടേജ്, സാഫ്രോൺ സ്വീറ്റ്, സാഫ്രോൺ ഗ്രാൻഡ്, സാഫ്രോൺ ഗ്രാൻഡ്. പിന്നെ ഒരു 2 bedroom മിന്റ് വില്ല ഉണ്ട്. ഈ 4 കാറ്റഗറിയാണ് നമുക്ക് ഉള്ളത്.
നമ്മൾ ഇവിടെ ഇത് ആയുർവേദ അല്ലേ? ഇത് നമ്മുടെ ആയുർവേദ സെന്ററാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോവാം. ഇതെല്ലാം ഒരുമിച്ച് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് ആയുർവേദ സ്പാ ഉണ്ട്, പിന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഇൻഡോർ ഗെയിംസ് ഉണ്ട്. ഇന്നലെ രാത്രി നമ്മൾ കളിച്ചു. അതെ. പിന്നെ ഒരു ലൈബ്രറി ഉണ്ട്, പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആയുർവേദം ഉണ്ട്, സ്റ്റീം ബാത്തും ഉണ്ട് അല്ലേ? അതെ. മെയിലും ഉണ്ട്, ഫീമെയിലിന് ഫീമെയിൽ ടു ഫീമെയിൽ, മെയിൽ ടു മെയിൽ. നമുക്ക് 2 റൂമാണ് ഉള്ളത് ആയുർവേദയ്ക്ക്. ജെൻസിന് വേണ്ടി ഒരു റൂം, ഫീമെയിലിന് വേണ്ടി ഒരു റൂമാണ് ഉള്ളത്. അതെ, സ്പെഷ്യലി ഡോക്ടേഴ്സിന്റെ റെക്കമെൻഡേഷൻസിന്റെ ആണ്. ആ റെസ്റ്റോറന്റിന്റെ പേര് ഹിൽ സ്പൈസ് എന്നാണ് കേട്ടോ. ആ പേര് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല. ഇതാ അതിന്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇതാണ്. ഇത് 4 മുറ്റം പോലെ ഒരു ഇൻഡോർ ഗെയിംസ്. ഇതുണ്ടോ ചെസ് ബോർഡ്, വലിയൊരു ഡൈനിങ് ടേബിൾ പോലെ തന്നെ ആക്കിയിട്ട്. ഇത് നമ്മളെ സ്നേക്ക് ആൻഡ് ലാഡർ. ഇങ്ങനൊരു ഗെയിം നമ്മൾ ദേശത്തിൽ കളിച്ചു മുമ്പ്. ഇതാ ഇവിടെ ലുഡോ, അടിപൊളി. എല്ലാത്തിനും ഓരോ സെപ്പറേറ്റ് ടേബിളൊക്കെ ഇവിടെ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സോക്കർ ഉണ്ട്. ഇത് ഞാനും ചാച്ചും ഇന്നലെ കളിച്ചു കേട്ടോ, അടിപൊളിയായിട്ട് കളിച്ചു. പിന്നെ ക്യാരംസ്, 4 സൈഡൊക്കെ ക്യാരംസ്, ടേബിൾ ടെന്നീസ് റൂമും ഉണ്ട്. ഇതെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഓയിൽ വളരെ സിമ്മിലായിരിക്കണം, ഹെവി ചൂടുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ബൗളിൻ്റെ കാര്യം പിന്നീട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത്, ഈവൻ എള്ളുണ്ടൻ്റെയും ഗോട്ടിൻ്റെയും ഇടയിലുള്ള സൈസ് ആയിക്കോട്ടെ അല്ലേ. അപ്പം അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഇടാം ഷെഫ്, നമുക്ക് ഇതിലേക്ക് ഇടാം. കണ്ടോ, തീ വളരെ കുറച്ചിട്ടാണ് ഉള്ളത്. ആ രീതിയിൽ തന്നെ ആയിരിക്കണം. ഉള്ളിലുള്ള മീറ്റ് കുക്കായി വരവും വേണം. നമുക്കിത് പുറത്തുള്ള ടെക്സ്ചർ മാറാനും പാടില്ല. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഇത് ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് ഒന്ന് എടുക്കുകയാണ്, ഒന്ന് എടുത്തിട്ട് ഡബിൾ ഫ്രൈ ആണ്. ഇത് പൊക്കി എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് പിന്നെ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെയും രണ്ടാമത് ഇതിലേക്ക് ഒന്നുകൂടെ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ക്യാമറയിൽ ഒന്നുകൂടെ കാണിക്കാം. ഇപ്പോൾ ഈ ചെറിയൊരു കോട്ടിങ് വന്നിട്ടില്ലേ, അപ്പോൾ നമുക്ക് എന്തായി, ഉള്ളിലുള്ള പിന്നെ മീറ്റ് കുക്കാവും ചെയ്യും, ചീസിൻ്റെ വലിവ് കിട്ടുകയും ചെയ്യും. രണ്ടാമതും ഒന്നും കൂടെ അതേ ഹീറ്റിൽ നമുക്കൊന്നുകൂടെ ഇതിലേക്ക് ഇടാം അല്ലേ ഷെഫേ? ഓക്കെ, ഈ രീതിയിൽ ആക്കിയിട്ട് എടുക്കാം. ഫ്രൈ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇത് കുക്കിംഗ് ടൈം എടുത്തത് ഏകദേശം 5 to 6 minutes എടുത്തിട്ടുണ്ട് അല്ലേ ഷെഫേ? മൊത്തം ഡബിൾ ഫ്രൈ ചെയ്തിട്ട് എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ ഷെഫ്, നമ്മുടെ ഡിഷ് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കിഡിലായിട്ട് പ്ലേറ്റൊക്കെ ചെയ്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് പിന്നെ കഴിക്കാം അല്ലേ? അടിപൊളി സാധനം. അപ്പോൾ എന്തായാലും കഴിക്കാനാണെങ്കിൽ സൂപ്പർ സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഒരു പാറയുടെ ഇടയിൽ ഇങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ഇരുന്നൊന്ന് കഴിക്കട്ടെ. ഇതിൻ്റെ കൂടെ ഒരു ലൈറ്റ് സുലൈമാനിയും കൂടെ. അടിപൊളി. ഇവിടെ ടേബിളിലെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അടിപൊളി സ്ഥലത്തായിട്ടായിരുന്നേ. ചായ കഴിക്കാം. നല്ല ട്രാൻസ്പാരൻറ്റ്. ഞാൻ ഇങ്ങനത്തെ ചായക്ക് ട്രാൻസ്പാരൻറ്റ് ചായ എന്ന് പറയാം. നമ്മളെ പിയേഴ്സ് സോപ്പില്ലേ, അതുപോലെ അപ്പുറം കാണും. അനുഷു, നമുക്ക് കഴിക്കാം. കോയി എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് ഇങ്ങനെ ഇരുന്നതാണ്. പിന്നെ ഇതൊന്ന് കഴിക്കട്ടെ. ഇതാ അനുഷ് എടുത്താ. ഇതിങ്ങനെ കടിച്ച ഇങ്ങനെ പൊട്ടിക്കും. ബീസ്. ഓക്കെ. പെർഫെക്റ്റ് കേട്ടോ. ഞാനിരുന്ന് എങ്ങനെ അങ്ങോട്ട് ഒന്ന് കാണിക്കണ്ടേന്ന് എനിക്കറിയില്ല. എങ്ങനെയുണ്ട് അനുഷു? ഇഷ്ടപ്പെട്ടാ? ലൈക്ക് അടിച്ചാ? എല്ലാവരും കാണിച്ചാട്ട് ലൈക്ക് അടിച്ച. നല്ല എങ്ങനെയാന്ന് പറഞ്ഞാൽ ആ ചീസും ചിക്കണും തമ്മിലുള്ള കോമ്പിനേഷനിൽ പുറത്തുനിന്നുള്ള ലെയേഴ്സ്, ആ ബീട്രൂട്ടിൻ്റെ, അതുപോലത്തെ ബീട്രൂട്ടാണ് കുറച്ചുകൂടെ ഇതിൽ കാണുന്നത്. നല്ല ഇതായിട്ട്. അതുപോലെ തന്നെ വെജിറ്റബിളിൻ്റെയും നല്ലൊരു പുറത്തുള്ള ടെക്സ്ചർ, ഒരു ക്രഞ്ചി ടെക്സ്ചറും ഉള്ളിൽ ആ സോഫ്റ്റ്നെസ്, ആ ചീസ് ചിക്കനുള്ള കോമ്പിനേഷൻ. കൂടുതൽ മസാലകളോ കൂടുതൽ സ്പൈസിയോ ഇല്ലാതെ അടിപൊളി സാധനം, ഒരു വെറൈറ്റി സാധനം. അനുഷ് ഇഷ്ടമായോ? വെള്ളം തരാം. ഇതാ, അപ്പോൾ ഒരു കട്ടൻ ചായയും കുടിക്കട്ടെ. കട്ടൻ ചായ എനിക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ചായ അല്ലേ ഇത്? ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഓക്കെ, ഞാൻ എന്തായാലും കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പാർട്ടിലേക്കൊക്കെ പോവാം. അടിപൊളി സ്ഥലമല്ലേ, സൂപ്പർ സ്ഥലം. അപ്പോൾ ഇനി ബാക്കി പാർട്ടിലേക്കൊക്കെ ഞാൻ പോയിട്ട് ബാക്കി വിശദീകരണം പിന്നീട് പറയാം. ഇതിൻ്റെ ആക്ടിവിറ്റിൻ്റെ ഭാഗമായിട്ട് പിന്നെ ടീ ടേസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എത്ര വെറൈറ്റി ഓഫ് ടീ ഉണ്ട്? 9 വെറൈറ്റി ഓഫ്. ഇത് കംപ്ലീറ്റ് മൂന്നാർ ടീയാ? ഇവിടുത്തെ മൂന്നാറിലെ സ്പെഷ്യലാണ്. അപ്പോൾ 9 ടൈപ്പ് ഓഫ് ടീ ഉണ്ട്.
അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സർപ്രൈസ് ഉണ്ട്. പയ്യന്നൂരിൻ്റെ ചായ കുടിക്കാനായിട്ട് ഇവിടെ മൂന്നാറിലേക്ക് എൻ്റെ 2 ദോസ്തുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്റ്റാറ്റസ് ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുന്ന സ്റ്റാറ്റസ് എൻ്റെ ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട്. അങ്ങനെ ഇവർ അറിഞ്ഞ് എറണാകുളത്ത് എത്തിയപ്പോൾ ഇങ്ങനെ മൂന്നാറിലുണ്ടോ എന്ന് ചോദിച്ചാൽ മൂന്നാറിലുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആഷിക്ക ഇവിടെ എത്തിയ ആള്. പിന്നെ ആഷിക്കും പിന്നെ സിസ്റ്റർ ഹസ്ബൻഡുമാണ് നിസാർ. അപ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് ഇപ്പം എത്തിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ടീ ടേസ്റ്റ് ഞാൻ പറഞ്ഞ് നേരെ വാ ചായ കുടിക്കാൻ പോവാ, ലഗേജ് വെച്ച് ടീ ടേസ്റ്റിങ്. ഇതെടുത്തൊരു ആക്ടിവിറ്റി, നമുക്ക് ഇതിലൊന്ന് കൂടാം. അപ്പോൾ പിന്നെ എല്ലാ ചായയും ടേസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ 2 ചായ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ടീ, അതുപോലെ തന്നെ ഒലോങ് ടീ. ഒലോങ് ടീ എന്ന് പറയുന്നത് ചൈനീസിലുള്ള നല്ല ഹെൽത്തിയസ്റ്റ്, വേൾഡിലെ ഏറ്റവും ടോപ്പ് 5 ചായയിൽ പെട്ട ഒരു ചായയാണ് ഇത് ഒലോങ് അല്ലേ. ബ്ലഡ് എന്തിനൊക്കെയാണ് ഇത്, ബ്ലഡ് ഷുഗറിനൊക്കെ ഏറ്റവും എഫക്റ്റീവ് അല്ലേ, നല്ല പ്രിവെൻഷൻ കൊടുക്കും. അതുപോലെ തന്നെ വൈറ്റ് ടീ, ഇത് ഹാൻഡ് മെയ്ഡ് അല്ലേ, ഫുള്ളി ഹാൻഡ് മെയ്ഡ്. ബാക്കി നിങ്ങൾ ഏതാ ചൂസ് ചെയ്താ? അതന്നെ ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് മൂന്നാറിലെ സ്പെഷ്യൽ, ഇത് മൂന്നാറിലെ സ്പെഷ്യൽ ചായയാണ്. ഓക്കെ, നമുക്ക് ഓരോന്ന് പോവാം. 2-3 മിനിറ്റ്സ് അങ്ങനെ വെക്കും, എന്നിട്ട് അതിന് ശേഷം ഓക്കെ പെർഫെക്റ്റ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ കണ്ടോ, ഓരോന്നോരോന്ന് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് അവേ ഉണ്ട്. അതെല്ലാത്തിൻ്റെ കട്ടിങ് കാര്യങ്ങൾ വരെ ഡിഫറൻസ് ആണ്. മൂന്നാർ ഗ്രീൻ ടീ ഗ്ലാസ്സിലേക്ക് അല്ലേ, അത് ഫിൽറ്റർ ചെയ്തിട്ട് തന്നെ വരുന്നത്, അങ്ങനെ തന്നെ എടുക്കുന്നത് അല്ലേ, അടിപൊളി. ഇതൊരു ഭയങ്കര ടേസ്റ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ ഇതിൽ ഷുഗർ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് യഥാർത്ഥ ചായൻ്റെ ഇലൻ്റെ ഫ്ലേവർ, ലീഫിന്റെ ഫ്ലേവർ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഓരോ മുമ്പ് ഈ ചായപ്പൊടി ടെൻഡർ പോകുന്നിടത്ത് ചായൻ്റെ ടേസ്റ്റ് മേക്കർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അവർക്ക് ആ ടേസ്റ്റ് പറയുന്നവർക്ക് ഭയങ്കര ശമ്പളമാണ്, അവരുടെ നാവിന് വിലയാണ്. അതേപോലെ അവരുടെ ജോലിയാണ് ഇതൊക്കെ സംഭവം. അപ്പം അതേപോലെ അവരുടെ ഒരു ഭാഗം നമ്മൾ നോക്കുന്നു. ഈ വൈറ്റ് ടീ, ഇത് വൈറ്റ് ടീക്ക് കിലോന് 12,500 എന്നാ പറഞ്ഞ, എക്സ്പെൻസീവ്. ഹാഫ് കിലോ അപ്പൊ 25,000. അടിപൊളി. എനിക്ക് ടേസ്റ്റ് പറയാൻ ഉള്ള പറയാലോ, പക്ക ഹെൽത്തി സാധനം അല്ലേ, ഹെൽത്തി അല്ലേ അല്ലേ, സ്കിന്നിനും നല്ലത്. അടിപൊളി. ഇത് ലേഡീസ് ആറിന്റെ ഓടി വരും. ആശിക്ക എങ്ങനെ നല്ല ഒരു ഗ്രീൻ ടീ ലീഫിന്റെ അല്ലേ? ഓക്കെ. ഇതുവരെ കുടിച്ച ചായന്ന് കുറച്ച് വ്യത്യസ്ത ഒലോങ് അല്ലെ. ഇത് ചൈനീസ് ഒലോങ് ടീ. ഇത് ബ്ലഡ് ക്യാൻസറിനൊക്കെ നല്ല സാധനം. ബിറ്റർ ഉണ്ട്, ബ്ലഡ് ക്യാൻസറിനൊക്കെ നല്ല സാധനം എന്ന് പറഞ്ഞ. അതെ അതെ, ഒരു സ്ട്രോങ് ഒരു സ്മെല്ലും ഒരു ഫ്ലേവറും അതിലൂടെ വരുന്നുണ്ട്. ഓക്കെ, നമുക്കിനി പിന്നെ ടീ പ്ലാന്റേഷൻ വിസിറ്റ് ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ പോയിട്ട് വരാം. ബൈ ബൈ. രാവിലെ നമ്മൾ പൂളിൽ പോയിട്ടുണ്ടായില്ലേ, അപ്പൊ നിങ്ങൾ വന്ന സ്ഥിതിക്ക് പിന്നെ രണ്ടാമതിപ്പോ വന്നേ ജാക്യൂസിയിലൊക്കെ അറിയണ്ടേ. അപ്പോ പിന്നെ ജാക്യൂസിന്റെ ഉള്ളിലുണ്ടായതാ പൂളൊക്കെ തന്നെ കാണിക്കാം. നല്ല ഈ പൂളിനൊരു പ്രത്യേകത ഉണ്ട്, ഓൾ ടൈം വെതർ. പിന്നെ എന്താ പറയുക, എന്നും ഈ ഒരു പിന്നെ എല്ലാ വെതറിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇത് വെള്ളത്തിച്ചതിന് ചൂടില്ല, ലൈറ്റ് ചൂടുണ്ട്, ആ ചൂട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വരും. അപ്പം അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക പൂള് ഇവിടെ ഉള്ളൂന്ന ഇവർ പറയുന്നത്. എന്തായാലും 3 മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ജാക്യൂസി ഇത് ഇതാ ഒന്ന് പറഞ്ഞ, അതാണ് ക്യാമറ. മൈക്ക് എടുത്തോ, എഫക്റ്റ് ആയിട്ടുണ്ട്. നല്ല എഫക്റ്റ് അല്ലേ? നല്ല എഫക്റ്റ് അല്ലേ? പൊളിയല്ലേ? 6 പേർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. നമ്മളിപ്പോൾ 3 ആൾ കൂടി ഇരുന്ന് എന്താ പറയാ, നല്ല ഒരു 20 മിനിറ്റ്സ് 20 മിനിറ്റോളം ഇങ്ങനെ ഇരിക്കണം എന്നാണ്. 20 മിനിറ്റ്. അടിപൊളി. ബോഡി എല്ലാം പറ്റും. പിന്നെ ഇതിന്റെ ബാക്കിൽ തന്നെയാണ് ഓപ്പൺ എയർ തിയേറ്റർ, OIT എന്ന് പറയും. പക്ഷേ ഒരു 50 ആൾക്കുള്ള ഒരു ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട് ഇതിന്റെ ബാക്കിൽ തന്നെ. അത് പൂളിന് വ്യൂ ആയിട്ട് തന്നെ. അടിപൊളി. എന്തായാലും ഒന്ന് എൻജോയ് ചെയ്യട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട്, ക്യാമ്പ് ഫയറിലേക്ക് പോവാം അല്ലേ? അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാ നമ്മളെ ക്യാമ്പ് ഫയറിലുള്ള അവിടെ ആഷിക്കും ഉണ്ട്, നിസാറും ഉണ്ട്, ഇങ്ങനെ കാത്തിക്കുന്നുണ്ട്. അടിപൊളി ക്യാമ്പ് ഫയർ ആണ്, സൂപ്പർ. ഇത് കഴിഞ്ഞിട്ട് വേണം ആഷിക്ക, എന്തുണ്ട്, എങ്ങനെയുണ്ട് ക്യാമ്പ് ഫയർ? അടിപൊളിയല്ലേ, നല്ല ക്ലൈമറ്റിന് പറ്റിയ അടിപൊളി അല്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോവാ. പിന്നെ ക്യാമ്പ് ഫയറിന്റെ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ക്യാമ്പ് ഫയറിൽ ഇല്ല, നമുക്ക് നമ്മൾ തന്നെ എന്തെങ്കിലും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് ആക്കേണ്ടി വരും. അതന്നെ. പിന്നെ അതല്ലാണ്ട് ബുക്കിംഗ് ഇതുണ്ട് കേട്ടോ, ബാർബിക്യൂ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം.
പിന്നെ നമ്മൾ പ്രീ പ്ലാനുകൾ അല്ലാത്തതുകൊണ്ട് ബുക്ക് ചെയ്തിട്ടില്ലല്ലോ. അതെ അതെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഇത് ക്യാമ്പ് ഫയർ കഴിഞ്ഞ് എന്നിട്ട് പിന്നെ നാളെ രാവിലെ ഒരു വാക്കിംഗ് ഉണ്ട് നമ്മളെ അല്ലേ? അത് എത്ര മണിക്കാണ്? 7:30 അല്ല 7:30 ഉണ്ട്, പിന്നെ 9:30 ഉണ്ട്. അപ്പോൾ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ കാട്ടാനകളുണ്ട് ഇതിന്റെ മുകളിൽ അപ്പുറത്തെ സൈഡ്. ബൈലേക്ക് കിട്ടിയാലായി. ബൈലേക്ക് കിട്ടിയാലായി. അപ്പോൾ നമ്മളെ കൂടെ ഒരു ഗൈഡും ഉണ്ടാവും. അപ്പോൾ വാക്കിംഗ് പോകുന്നതാണ്. ആ വാക്കിംഗ് നിങ്ങൾക്കും കാണാം. അപ്പം ഇപ്പോൾ ഇവിടുന്ന് തൽക്കാലം പിന്നെ ഗുഡ് നൈറ്റ് പറയുന്നിട്ട് രാവിലെ കാണട്ടെ. അതെന്ന് പറഞ്ഞാൽ അടുത്ത ക്ലിപ്പേ. അപ്പോൾ ഇന്നലത്തെ ബാർബിക്യൂനായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ രാവിലെ നടക്കുന്ന വീഡിയോയിൽ എടുക്കാതെ ഒന്നും എടുക്കാറില്ല. എന്താ പറഞ്ഞാൽ ഫുള്ള് എനർജിയിലുള്ള ഒരു നടത്തായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും സെപ്പറേറ്റ് എടുത്തിട്ടില്ല. പാഷിക്ക എങ്ങനെയുണ്ട്? ഫുൾ നമ്മൾ 2 ദിവസത്തെ സ്റ്റേ ഫുൾ അടിച്ച് പൊളിച്ച് ആക്ടിവിറ്റി എല്ലാം യൂട്ടിലൈസ് ചെയ്തല്ലേ നമ്മൾ? ഒരുവിധം എല്ലാം മാക്സിമം എല്ലാം യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ അത്രയും നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു. പിന്നെ എന്താ പറയുക, റിസോർട്ട് നമ്മൾ മൂന്നാറിൽ വന്ന സ്ഥിതിക്ക് നമ്മളെടി പുറത്ത് പോയിട്ടുമില്ല. പോയില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ള് സ്പെൻഡ് ചെയ്തു. പിന്നെ ഫുഡും എല്ലാം കഴിച്ചു, അടിച്ചു പൊളിച്ചു. ഓക്കെ, എൻജോയ് ചെയ്യാൻ പറ്റി. ആണ് ഫാമിലി ഫുൾ കംപ്ലീറ്റ്ലി ഫാമിലി ഓറിയന്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ എപ്പിസോഡ് നമുക്ക് ബൈ പറയാം. ഇനി ഇവരെ നമ്മൾ എവിടുന്ന് കിട്ടുമെന്ന് അറിയില്ല. എവിടെന്നെങ്കിലും കിട്ടിയാൽ നമുക്ക് പൊക്കാം, അന്നേരം കാണാം. അപ്പോൾ ദ ടോൾ ട്രീസ് നമ്മൾ ബൈ ടാറ്റ, താങ്ക് യു.